യേശു ക്രൂശിൽ എനിക്കു വേണ്ടി മരിച്ചതിനാ, തന്റെ രക്തം എന്റെ പേർക്കായി ചൊരിഞ്ഞതിനാ, വീണ്ടെടുപ്പുണ്ട്, വിമോചനമുണ്ട്, അടിപ്പിണരാൽ രോഗസൗഖ്യവുമുണ്ട്. വീണ്ടെടുപ്പുണ്ട്, വിമോചനമുണ്ട്, അടിപ്പിണരാൽ രോഗസൗഖ്യവുമുണ്ട്. സുഭാഷിതം 1 കൊരിന്ത്യർ 7-ാം അധ്യായത്തിന്റെ 23-ാം വാക്യം. നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു, മനുഷ്യർക്ക് ദാസന്മാരാകരുത്. യു വെയർ ബോട്ട് അറ്റ് എ പ്രൈസ്, ഡു നോട്ട് ബിക്കം സ്ലേവ്സ് ഓഫ് മെൻ. കുരിന്ത് സഭയെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് പൗലോസ് ഈ വാക്കുകൾ എഴുതുന്നതെങ്കിലും യേശുവിൽ വിശ്വസിക്കുന്ന എവിടെയുമുള്ള വിശുദ്ധന്മാർക്കും കൂടിയാണ് ഇത് എഴുതിയിരിക്കുന്നതെന്ന് ആരംഭത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഏതെങ്കിലും ഒരു സാധനം അതിന്റെ വില കൊടുത്ത് നാം വാങ്ങിച്ചു കഴിഞ്ഞാൽ മറ്റാർക്കും പിന്നീട് അതിന്മേൽ അവകാശമില്ല എന്നുള്ള കാര്യം നമുക്ക് വ്യക്തമായി അറിയാവുന്നതാണ്. പൗലോസ് ഇവിടെ പറയുന്നു, നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു എന്ന്. നിങ്ങൾ എന്ന് പറയുമ്പോൾ നാം ഓരോരുത്തരും, അതായത് യേശുവിൽ വിശ്വസിക്കുന്ന എല്ലാ മനുഷ്യരെയും യേശു ക്രിസ്തു വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു എന്ന് 1 തിമോഥെയോസ് 2-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നു. ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനും ഒരുവൻ, എല്ലാവർക്കും വേണ്ടി മറുവിലയായി തന്നെത്താൻ കൊടുത്ത മനുഷ്യനായ യേശു ക്രിസ്തു തന്നെ. മർക്കോസ് 10:45 കർത്താവ് തന്നെ അത് പറഞ്ഞിട്ടുണ്ട്. മനുഷ്യപുത്രൻ ശുശ്രൂഷ ചെയ്യിപ്പാനല്ല, ശുശ്രൂഷിപ്പാനും അനേകർക്ക് വേണ്ടി തന്റെ ജീവനെ മറുവിലയായി കൊടുപ്പാനും അത്രേ വന്നത്. 1 കൊരിന്ത്യർ 6:20 പൗലോസ് അതിങ്ങനെ എഴുതിയിരിക്കുന്നു, ദൈവത്തിന്റെ ദാനമായി നിങ്ങളിലിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരമെന്നും, നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കയാൽ നിങ്ങൾ താന്താങ്ങൾക്കുള്ളവരല്ല എന്നും അറിയുന്നില്ലയോ. ആകയാൽ നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവീൻ. അപ്പോൾ മനുഷ്യന്റെ 3 ഘടകങ്ങളെയും യേശു കർത്താവ് വിലയ്ക്ക് വാങ്ങി വീണ്ടെടുത്തു. നഷ്ടപ്പെട്ട ഒന്നിനെ വീണ്ടും വില കൊടുത്ത് തിരികെ വാങ്ങുന്നതിനെയാണല്ലോ വീണ്ടെടുക്കുക എന്ന് പറയുന്നത്. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ അടിമത്തത്തിൽ നിന്ന് ഒരാളെ വിലയ്ക്ക് വാങ്ങുന്നതാണ് വീണ്ടെടുപ്പ്. ആദിമ മനുഷ്യരുടെ അനുസരണക്കേട് മൂലം മനുഷ്യജാതി പാപത്തിന് അടിമയായി തീർന്നു. അതുകൊണ്ട് ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. ഏക മനുഷ്യന്റെ അനുസരണക്കേടിനാൽ അനേകർ പാപികളായി തീർന്നതുപോലെ ഏകന്റെ അനുസരണത്താൽ അനേകർ നീതിമാന്മാരായി തീരും. പാപത്തിൽ ജീവിച്ച് മനുഷ്യൻ നശിച്ചു പോകാതിരിക്കേണ്ടതിന് മനുഷ്യനെ വീണ്ടെടുക്കുവാൻ യേശു കർത്താവ് തന്റെ ജീവനെ ബലിയർപ്പിച്ചു. റോമർ 6:23-24 വാക്യങ്ങളിൽ പൗലോസ് ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു. അവന്റെ കൃപയാൽ ക്രിസ്തുയേശുവിങ്കലെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായത്രേ നീതീകരിക്കപ്പെട്ടത്. വിശ്വസിക്കുന്നവർക്ക് അവൻ തന്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. പത്രോസ് പറയുന്നത്, വ്യർത്ഥവും പിതൃപാരമ്പര്യമുള്ള നിങ്ങളുടെ നടപ്പിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്ന്, വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം കൊണ്ടത്രേ എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. തന്റെ ജീവൻ കൊടുത്ത് യേശു കർത്താവ് നമ്മെ വിലയ്ക്ക് വാങ്ങിയത് കൊണ്ട് നാം പാപത്തിനോ മനുഷ്യർക്കോ ദാസന്മാരാകരുത്. ക്രിസ്തുവിനാൽ വീണ്ടെടുക്കപ്പെട്ടവരും അവനിൽ വിശ്വസിക്കുന്നവരുമായവരെ പൗരബോധത്തിൽ മനുഷ്യരുടെ ദാസന്മാരാകുന്നതിൽ നിന്ന് അപ്പോസ്തലൻ വിലക്കുന്നു എന്നല്ല അതിന്റെ അർത്ഥം. യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരുടെ ജീവിതത്തിൽ ക്രിസ്തുവാണ് തന്റെ യജമാനനെന്നും അവിടുന്ന് പഠിപ്പിച്ച കൽപ്പനകൾക്ക് വിരോധമായി മനുഷ്യരുടെ മോഹങ്ങൾക്കും ആചാരങ്ങൾക്കും രീതികൾക്കും ദാസന്മാരാകരുത് എന്നുള്ളതാണ് അർത്ഥമാക്കിയത് എന്ന് മനസ്സിലാക്കാം. യേശു കർത്താവ് നമ്മെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നതുകൊണ്ട് നമ്മുടെ ദേഹവും ദേഹിയും ആത്മാവും ക്രിസ്തുവിനെ സേവിക്കുന്നതിനായി സമർപ്പിക്കാം. God bless you all with these words. ചെയ്തതെല്ലാം
തരംഗങ്ങളാ എൻ സ്തുതി തന്നിൽ സുഗന്ധ